കഴിഞ്ഞിട്ടില്ല രാമ. കേരളം കണ്ട ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ക്രൈം സിൻഡിക്കേറ്റിലെ ഒരാളെ വീണിട്ടുള്ളൂ. വീണവനെ ഇപ്പോഴും കാത്തു സംരക്ഷിക്കുന്നവനും വാഴുമ്പോൾ കൈവച്ച് അനുഗ്രഹിച്ചവനും വീഴുന്നത് വരെ പുറകെ തന്നെയുണ്ട്. കാരണം നിങ്ങൾ ഇപ്പോഴും നല്ല പിള്ളമാർ ചമയുന്നത് അവശേഷിക്കുന്ന നെറിയുള്ള കോൺഗ്രസ്സുകാരൻ്റെ നെഞ്ചത്ത് കയറിയിരുന്നാണ്. വിടില്ല രണ്ടിനെയും. ഇതാണ് ഡോക്ടർ സരിൻ്റെ അവസാനത്തെ കുറിപ്പ്. ഈ കുറിപ്പ് ഒരു ഒന്നൊന്നര കുറിപ്പാണ്. സരിൻ കൃത്യമായി പറയുന്നു, രണ്ടിനെയും ഞാൻ വിടില്ല, ഒരുത്തനെ തീർത്തു എന്ന് വെച്ചാൽ കൃത്യമായി തൻ്റെ ഗൂഢാലോചന തന്നെ തുറന്നു പറയുന്നു. താൻ ഒരുത്തനെ തീർത്തിരിക്കുന്നു, 3 പേരെ തീർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു. ആ ഒരുത്തൻ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അവൻ നല്ല കാലത്ത് അവനൊപ്പം നിന്നവൻ 2 പേരെ. ആരാണ് അവനെ സംരക്ഷിക്കുന്നവൻ? ഷാഫി. ഷാഫിക്കെതിരെ ഏറ്റവും ശക്തമായ നിലപാടെടുക്കുന്നത് ഡോക്ടർ സരിനാണെന്നറിയാം. ഷാഫി തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് വ്യക്തമാക്കുകയാണ് സരിൻ. സരിൻ പറയുന്നു ഷാഫിയെ കൊണ്ട് പോകുമെന്ന്. ഷാഫിയിലും അവസാനിപ്പിക്കില്ല. വി.ഡി. സതീശനും ഡോക്ടർ സരിൻ്റെ ഹിറ്റ് ലിസ്റ്റിലുണ്ട്. കാരണം ഷാഫി പറഞ്ഞത് കേട്ട് പത്തനംതിട്ടയിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി തൻ്റെ അവസരം നഷ്ടപ്പെടുത്തിയ വി.ഡി. സതീശനോടുള്ള പക, വിരോധം സരിൻ ഇപ്പോഴുമുണ്ട്. ഇതാണ് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ല ലക്ഷ്യം, ലക്ഷ്യം ഷാഫിയാണ്. പറ്റിയാൽ വി.ഡി. സതീശനും. ആ ലക്ഷ്യത്തിലേക്ക് ഒരുപാട് പേർ ഒരുമിച്ചാണ് സഞ്ചരിക്കുന്നത്. CPM-ഉം BJP-യും കോൺഗ്രസും ഒക്കെ അതിലുണ്ട്. അതുകൊണ്ട് തന്നെ വിവാദ പരമ്പര ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയും ഇത്തരം വാർത്തകൾ, ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ, കേസുകൾ, അറസ്റ്റുകൾ ഒക്കെ സംഭവിച്ചെന്ന് വരാം.